അറിയില്ല? അറിയില്ല? നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെ എല്ലാവർക്കും അറിയോ? ഓക്കെ, അപ്പൊ സന്തോഷ് പണ്ഡിറ്റിനെ നെക്സ്റ്റ് റിലീസ് ചെയ്യാൻ നമ്മുടെ ഫിലിം ഏതാ അറിയോ? ഓക്കെ, അപ്പൊ ഈ സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോ ഈ മലയാള ഫിലിമിനെ തന്നെ വൺ മാൻ ഷോ ആക്കി മാറ്റിയ ഒരാളാണല്ലോ ഇദ്ദേഹം. ഇപ്പൊ ഒറ്റ സിനിമ എടുത്തിട്ട് തന്നെ ഒറ്റയടിക്ക് ഫേമസ് ആയി. അപ്പോ എന്താണ് ഈ സന്തോഷ് പണ്ഡിറ്റ് അപ്രോച്ച് ദ ഫിലിം? അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ രണ്ടുപേരും അഭിപ്രായം? എന്താണ് അറിയാത്തിന്റെ സിനിമയെ കുറിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്? പിന്നെ രാജേട്ട, ഒരു ദിവസം പെട്ടെന്ന് സന്തോഷ് പണ്ഡിറ്റ് വന്നിട്ട് രാജേട്ടനെ അഭിനയിക്കാൻ വിളിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും രാജേട്ടന്റെ പ്രതികരണം? അഭിനയിക്കാൻ പോവോ? ഞാനാണോ ആദ്യം? ശരി, ആ ചോദ്യത്തിന് രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, ഈ സന്തോഷ് പണ്ഡിറ്റ് എന്നല്ല ആർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാളുടേത് എന്ന് അവകാശപ്പെടാവുന്ന ഒരു സൃഷ്ടി സിനിമയിൽ ഉണ്ടാക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിപ്പോ സന്തോഷ് പണ്ഡിറ്റ് ആണെങ്കിലും സ്റ്റീവൻ സ്പീൽബർഗ് ആണെങ്കിലും നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും എനിക്കൊരു സിനിമ എടുക്കണം എന്ന് തോന്നിയാൽ പാടില്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. സന്തോഷ് പണ്ഡിറ്റിന് സിനിമ എടുക്കണമെങ്കിൽ അയാൾക്ക് സിനിമ എടുക്കാം. അങ്ങനെ ഒരു സിനിമ ഉണ്ടായി, അത് കാണണോ കാണാതിരിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കും എനിക്കുമുണ്ട്. അത് കാണുന്നത് തെറ്റാണെന്നോ കാണാതിരിക്കുന്നത് തെറ്റാണെന്നോ അല്ല ഞാൻ പറയുന്നത്. അയാളൊരു സിനിമ എടുത്തു, ആ സിനിമ ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടു. അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇവിടെ ആരും കുറ്റക്കാരൊന്നുമല്ല. സന്തോഷ് പണ്ഡിറ്റിന് നല്ലതെന്ന് തോന്നിയ ഒരു സിനിമ അയാൾ സൃഷ്ടിച്ചു, അത് അയാൾ തിയേറ്ററുകളിൽ എത്തിച്ചു, നിങ്ങളത് കണ്ടു. ആ സിനിമയുടെ മുടക്കുമുതൽ വെച്ച് എന്റെ ഊഹം അതൊരു വലിയ ഹിറ്റ് ആയിരിക്കുമെന്നാണ്. കാരണം ഇത്രയും ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിക്കാണും. അപ്പൊ സത്യത്തിൽ ഇവിടെ വിജയിച്ചത് സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ്. അപ്പോ മേ ബി ഏതോ ഒരു ലെവലിൽ അയാളുടെ സൃഷ്ടി നിങ്ങളുടെ ഇപ്പൊ നമ്മൾ പഴയ ചില ആഡ് ഫിലിംസ് എല്ലാവരും കളിയാക്കും. നമ്മൾ അയ്യോ അതെന്താണ് അങ്ങനത്തെ ആഡ്. പക്ഷെ കളിയാക്കുകയാണെങ്കിലും അതിന് ഭയങ്കര ഒരു റീച്ച് ഉണ്ടാവും. എല്ലാ മിമിക്രിക്കാരും എല്ലാ സ്റ്റേജ് ഷോസിലും ഒക്കെ ഉപയോഗിച്ച് പഴകിപ്പോയ ഒരു ഇതാണ് വന്നല്ലോ വനമാല എന്ന് പറയുന്ന സിനിമകളിൽ പോലും. പക്ഷെ അതുകൊണ്ടെന്നാണ് വനമാല എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അത് എവിടെയോ അതിന്റെ ഉദ്ദേശം നിറവേറ്റി എന്നാണ് അത് പറയുന്നത്. സോ സന്തോഷ് പണ്ഡിറ്റ് ഒരു സിനിമ എടുക്കുമ്പോൾ അയാളുടെ ഉദ്ദേശം എന്താണ്? ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സിനിമ കണ്ടിരിക്കണം. എങ്ങനെയെന്ന് എനിക്കറിയില്ല. സോ അത് അയാളുടേതായ മാർഗത്തിലൂടെ അത് അയാൾ സാധിച്ചെടുത്തു. രണ്ടാമത്തെ ചോദ്യം, സന്തോഷ് പണ്ഡിറ്റ് എന്റെ അടുത്ത് ഒരു കഥ പറയാൻ വരികയാണെങ്കിൽ ആര് കഥ പറയാൻ വന്നാലും കേൾക്കാൻ തയ്യാറാകുന്ന ഒരാളാണ് ഞാൻ. ഒരു പുതിയ സംവിധായകനാണെങ്കിലും ആരാണെങ്കിലും. സന്തോഷ് പണ്ഡിറ്റ് ഒരു കഥ എഴുതി അത് പൃഥ്വിരാജ് കഥയൊന്ന് കേൾക്കണം എന്ന് എന്റെ സമയം ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു ക്രിയേറ്റർ ഒരു ആക്ടർ എന്നുള്ള ഏക ബന്ധം വെച്ച് അയാളുടെ കഥ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.